ഓക്കെ, ഞാൻ ഒന്നും കൂടെ I will discuss. So, ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാം. Listen to me carefully. We are talking about what is the legal status of a dead person. So, what is the legal status of a dead person? Legal status of a dead person is very simply explained in a maxim. What is the maxim? Actus personalis mortior cum persona. So, what is the meaning of this? What is the meaning of this maxim? This maxim means the personal right of action dies with the person. Okay, so there is a beautiful maxim which says that the personal rights of action dies with the person. ആ വ്യക്തിയോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ പേഴ്സണൽ റൈറ്റും മരിച്ചു പോകും. അത്രയുള്ള പോയിന്റ്. അപ്പം നമ്മൾ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്താൽ, ഇഫ് എ ഇസ് ഫയലിംഗ് എ സ്യൂട്ട് അഗൈൻസ്റ്റ് ബി, ഡെഫിനറ്റ്ലി ആ കേസ് ഫോർവേഡ് ആയി പോകും. പക്ഷേ ബി ഡെഡ് ആണെങ്കിൽ അവിടെ ആ കേസ് ഡിസ്ക്ലോസർ ആവും. But not certain civil cases. Okay, so we will definitely call a person who is no more, we call that person as a dead person. Okay, and remember one more important point, that is dead person have no interest in any property, but he can enforce his will. Okay, അതായത് dead person cannot enforce it. Sorry, നോട്ട് ചെയ്യണം. Dead person cannot enforce his will. എന്നാൽ അയാൾ ജീവിച്ചിരുന്നപ്പോൾ, when he was alive, he can enforce the will. So there is an important point. Dead person cannot enforce his will. Dead person have no interest in the property. But there is a very simple fact. However, there are certain rights associated with the dead person also. Okay, so dead person, ഞാൻ അടുത്ത പോയിന്റ് എഴുതാം. Dead person have some rights. ചില റൈറ്റ്സ് ഉണ്ട്. So what are those rights? ഒന്ന് മെൻഷൻ ചെയ്യാം. That person have some rights. One is right to reputation. വളരെ ഇൻട്രസ്റ്റിംഗ് റൈറ്റ് ആണ്. Right to reputation. ആ ഡെഡ് ബോഡിനെ നമുക്ക് ഡിഫെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾ മരിച്ചു കിടക്കുവാണ്, അല്ലെ? മരിച്ചു കിടക്കുമ്പോ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നിലത്ത് കിടക്കുവാണ്. നിലത്ത് കിടക്കുമ്പോൾ എന്താ, നമ്മൾ അയാളെ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യാതെ ഓപ്പൺ ആക്കിയിട്ട്, അല്ലെ അതിന്റെ ഇടയിലൂടെ നടന്നു പോവുക, അല്ലെ ആ ഡെഡ് ബോഡിയുടെ മുകളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുക, അതിനെ ഡിസോണർ ചെയ്യാന്നുള്ള ഒരു കേസ് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ റീസെന്റ് ഒക്കെ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഹൂവർ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരിപ്പോ റീസെന്റ് നമ്മൾ കണ്ടല്ലോ, കേരളത്തിൽ കോതമംഗലത്ത് ഒരു ലേഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ലേഡിയുടെ ഡെഡ് ബോഡി എടുത്ത് റോഡിലൂടെ ഒരു ജാഥ അവർ നടത്തി. ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പൊ ജാഥ നടത്തുമ്പോൾ തെറ്റൊന്നുമില്ല, ബിക്കോസ് ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ആ ഏതോ ഒരു ആനയുടെ ആക്രമണത്തിൽ മരിച്ച ലേഡിയാണ്. So she is 75 years of age lady. ഒരു അമ്മൂമ്മ മരിച്ചു പോയതാണ്. അപ്പൊ അമ്മൂമ്മയുടെ ഡെഡ് ബോഡി എടുത്തിട്ട് അവരൊരു വിലാപയാത്ര നടത്തിയിരുന്നു. സോ അതൊരു വികാരത്തിന്റെ ഭാഗമാണ് എന്നിരുന്നാൽ പോലും there is a point where dead person has certain rights. One of the most important rights which is associated with the dead person is right to reputation. അപ്പൊ reputation അവിടെ ഉണ്ടെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. And you know what? Reputation of a dead person is protected under criminal law. Okay, criminal lawയില് അതിലൊരു പ്രൊട്ടക്ഷനും ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. പണിഷബിൾ ആണ്. സോ ദാറ്റ് ഈസ് പണിഷബിൾ അണ്ടർ, ഞാൻ എഴുതിയേക്കാം, പണിഷബിൾ അണ്ടർ IPC 499 സെക്ഷൻ 499. ഓക്കെ, സോ ഇന്ത്യൻ പിനൽ കോഡ്. ഇനി രണ്ടാമത്തെ റൈറ്റ്സ്, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് റൈറ്റ് ഓഫ് ഡെഡ് പേഴ്സൺ നോക്കാം. ദാറ്റ് ഈസ് അദ്ദേഹത്തിനെ വൃത്തിയായി എന്താ പറയാ സംസ്കരിക്കണം. വാട്ട് എവർ ദ പ്രോസസ്, കുഴിച്ചിടുന്ന ആൾക്കാർ കുഴിച്ചിടാം, കത്തിച്ചു കളയുന്നവർ കത്തിച്ചു കളയാം. സോ ദർ ഈസ് എ ബ്യൂട്ടിഫുൾ റൈറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഡെഡ് പേഴ്സൺ, ദാറ്റ് ഈസ് ദ റൈറ്റ് ടു ഡീസെന്റ് ബെറിയൽ. ഓക്കെ, സോ ഡീസെന്റ് ബെറിയൽ. ഓക്കെ, അദ്ദേഹത്തിന് ഡീസെന്റ് ആയിട്ട് ബെറി ചെയ്യാം. ഈ ഡീസെന്റ് ബെറിയൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് അത് കുഴിച്ചിടുന്നുണ്ടോ, ചിലർക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മസ്റ്റ് ആണ്. അതുപോലെ ഓർമ്മ കൂടെ ഇത് തന്നെ സെയിം കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ടതാണ്. ദാറ്റ് ഈസ് റൈറ്റ് ടു ഡീസെന്റ് ക്രിമേഷൻ. ക്രിമേഷൻ മീൻസ് ബേൺ ചെയ്ത് കളയാം, ക്രിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഡീസെന്റ് ആയിട്ട് ബെറിയൽ ചെയ്യണം, ഡീസെന്റ് ആയിട്ട് ക്രിമേറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ ആ ഡെഡ് ബോഡിനെ ഒരു രീതിയിലും അപമാനിക്കാനും പാടില്ല.
Okay, reputation is also very, very important. Okay, അപ്പോ യൂഷ്വലി നമുക്ക് എക്സാം ഉണ്ടാവാം. വളരെ വലിയൊരു കേസ് ഉണ്ട്. നിങ്ങളത് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. പഴയ ഒരു പ്രധാനമന്ത്രി, ദാറ്റ് മീൻസ് ഐ തിങ്ക് ഇറ്റ് ഇസ് നരസിംഹറാവു. ഹോപ്പ്ഫുള്ളി ദിസ് ടൈം എനിക്ക് നരസിംഹറാവുന് ഈ വർഷമാണ് ഭാരതരത്ന കിട്ടുന്നത്. ഭാരതരത്ന കിട്ടിയ നരസിംഹറാവുവിന്റെ ബെറിയൽ ചടങ്ങ് വളരെയധികം ഈ പറഞ്ഞ പോലെ വളരെ വലിയ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്ത്. അത് ഇതുപോലെ തന്നെ പ്രോപ്പർ റെപ്യൂട്ടേഷൻ കൊടുത്തിട്ടില്ല എന്നൊരു പരാതിയും അവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. സോ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ്, ആസ് എ പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ് യു ക്യാൻ എൻക്വയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞു സെക്ഷനിൽ എന്താ പഠിച്ചത്? വി ടോക്ക് അബൌട്ട് ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡെഡ് പേഴ്സൺ. ഓക്കെ, ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡെഡ് പേഴ്സൺ. സോ കൺസിഡർ ദീസ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മാക്സിമം മറക്കണ്ട, ആക്ടസ് പേഴ്സണാലിസ് മോർഷ്യ കം പേഴ്സണ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു. ഐ എം മൂവിംഗ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോളാം. 1, 2 and 3. നെക്സ്റ്റ്, അടുത്തത് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽ. സുരേഷ് ഗോപി പറയുന്ന പോലെ ആണെങ്കിൽ ലോവർ ആനിമൽ. ഓക്കെ, ഈ വളരെ പണ്ടേ ഒരു ഏൻഷ്യന്റ് കൺസെപ്റ്റ് ഉണ്ട്. ഈ ഏൻഷ്യന്റ് നല്ല രസമുള്ള ലോ ആണ്, ഏൻഷ്യന്റ് ജൂയിഷ് ലോ. ഈ ഏൻഷ്യന്റ് ജൂയിഷ് ലോയില് എന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓക്സ്, ഒരു കാള, ഓക്കെ, ഈ ഓക്സ് ഒരാളെ ഉപദ്രവിച്ചു. കുത്തിന്ന് ഉദ്ദേശിക്കണേ ഗോഡ് എ ഹ്യൂമൻ ബീങ്. അപ്പൊ ആ കുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ബീങ് ടു ഡെത്ത്, ആ മനുഷ്യൻ ചത്തുപോയി. ഓക്കെ, ഡെത്ത്. അപ്പോ ഈ ജൂയിഷ് ലോ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആ ഓക്സ് ഉണ്ടല്ലോ, ആ ഒരു കാളേനെ എന്ത് ചെയ്യും? ഇറ്റ് വാസ് ടു ബി സ്റ്റോൺഡ് എന്നാ പറയാം. ഇറ്റ് വാസ് ടു ബി സ്റ്റോൺഡ്, കല്ലെറിഞ്ഞ് ഇറ്റ് വാസ് ടു ബി സ്റ്റോൺഡ് ആൻഡ് ഇറ്റ്സ് ഫ്ലഷ്, അതിന്റെ ഫ്ലഷ് ഉപയോഗിക്കാനും പാടില്ല. ഫ്ലഷ് വാസ് നോട്ട് ടു ബി ഈറ്റൻ. കണ്ട, ലോവർ ആയിട്ടാണ് കാണിക്കണം. അപ്പൊ ഒരു ആനിമൽ ഇവിടെ ഉണ്ട്, ഒരു ഓക്സ് അല്ലെങ്കിൽ കാള എന്ന് പറഞ്ഞ ആനിമൽ ഉണ്ട്. ആ ആനിമലിന്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ് പഴയ ജൂയിഷ് നിയമപ്രകാരം നോക്കിയാ, അയാൾ ഒരു മനുഷ്യനെ കാള ഒരു മനുഷ്യനെ കുത്തി കൊന്നാൽ ആ കാളയെ സ്വാഭാവികമായിട്ടും കല്ലെറിഞ്ഞു കൊല്ലണം. കല്ലെറിഞ്ഞു കൊല്ലുക മാത്രമല്ല, എന്തായിരിക്കും, ആ കാളനെ ഫ്ലഷ് ഉപയോഗിക്കാനും പാടില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ന്യൂ മോഡേൺ കൺസെപ്റ്റ് നോക്കിയാൽ, ന്യൂ മോഡേൺ കൺസെപ്റ്റില് മോഡേൺ ടൈംസ്, മോഡേൺ ഡേയ്സ്, ഓക്കെ, ഇൻ മോഡേൺ ഡേയ്സ് നമ്മൾ എന്താണ്, നമ്മൾ ആനിമലിനെയും ബീസ്റ്റിനെയും ഒന്നും, ഓക്കെ, ആനിമൽ എന്താണ്, ആർ നോട്ട് പേഴ്സൺസ്, ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പിടിച്ചു തിന്നണേ. പിന്നെ ഈ അതിനെ പിടിച്ചു തിന്നുന്നതിന് ചില ലിമിറ്റേഷൻസ് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ടാണ്. ഓക്കെ, എക്സ്റ്റെൻഡ് ആയി പോകുന്നതാണ്. പക്ഷെ ആനിമലിനെ നമ്മൾ എന്തായിട്ട് കാണുന്നില്ല. there is no animal as considered as a person. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ്, ആനിമൽസ് is not considered as a person, so there is no legal rights. ഓക്കെ, so അവർക്ക് എന്തില്ല, they don't have any, cannot have legal rights. ലീഗൽ റൈറ്റ്സ് ഇല്ല. ഓക്കെ, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ലീഗൽ റൈറ്റ് ഇല്ലെങ്കിലും ലോ പ്രൊട്ടക്ട് ദ ആനിമൽസ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രൊട്ടക്ട് ദ ആനിമൽ ഇൻ 2 വേ, 2 വഴികളിൽ. 1, ഓക്കെ, ക്രൂവൽറ്റി ഒരു ഒഫൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ക്രൂവൽറ്റി ടു ആനിമൽ is made a criminal offense, is made a criminal offense.
ഇതൊരു രീതിയിൽ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, രണ്ടാമത്തെ എന്താണ്? ചാരിറ്റബിൾ ട്രസ്റ്റ്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആനിമൽസ്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആനിമൽ. ഓക്കെ, അപ്പോ സി എന്താണ് ഒരു ലോവർ ആനിമൽ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ഒരു ജീവി, മനുഷ്യനല്ലാത്ത ഒരു ജീവിയുടെ സോഷ്യൽ അല്ലെങ്കിൽ ലീഗൽ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ ജൂയിഷ് കൺസെപ്റ്റ് പോലെ അത്രയും ഭീകരമായിട്ട് കൺസെപ്റ്റ് അല്ല മോഡേൺ ഡേയ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നാലും മോഡേൺ ഡേയ്സിൽ വി ആർ നോട്ട് കൺസിഡറിങ് ആനിമൽ ആസ് എ പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ വി ആർ നോട്ട് ഗിവിംഗ് എനി ലീഗൽ റൈറ്റ്സ് ടു എൻ ആനിമൽ. പക്ഷെ എന്താ ഇതിന്റെ എക്സ്റ്റെന്റ്, ഇതിനെ ആൾക്കാര് പിടിച്ചു തിന്ന് അല്ലെങ്കിൽ കൊന്നു തിന്ന് കളയോ എന്നുള്ള പേടി കൊണ്ട് സോ വി ആർ യൂസിങ് സർട്ടൻ ലോ ടു പ്രൊട്ടക്ട് ദ ആനിമൽ ഇൻ പർട്ടിക്കുലർ വേ. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത് രണ്ടെണ്ണമാണ്. ഒന്ന്, ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ദ ആനിമൽ ഈസ് കൺസിഡർ ആസ് ഓഫൻസ്, അതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബെനിഫിഷ്യൽ ഓഫ് ദ വുമൺ ആനിമൽസിന് വേണ്ടി പ്രവർത്തിക്കാനും പറ്റും. അപ്പൊ ഇതിൽ രണ്ട് കേസ്, ഈ 1 എന്നുള്ള പോയിന്റ് 2 എന്നുള്ള പോയിന്റ് വെച്ച് ഞാൻ വെറും റീസെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ തൃശ്ശൂർ ജില്ല നിങ്ങൾ നോക്കിയാൽ, ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് വി നോ ദാറ്റ് ലോട്ട്സ് ഓഫ് ആനിമൽസ് ലൈക്ക് എലിഫന്റ്സ് ആർ ഗെറ്റ് ബീറ്റൺ, അല്ലെ? ആനകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് തൃശ്ശൂർ. അപ്പൊ അതെന്താണ്? ക്രൂവൽറ്റി ആണ്. അപ്പൊ റീസെന്റ് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, ഒരാള് ഒരു ആനയുടെ ആനപ്പാപ്പാൻ അയാൾ ഒരു ആനേനെ ഭയങ്കരമായിട്ട് കെട്ടിയിട്ട് തല്ലുന്നു. അത് ഏതാനയാണ്? ഗുരുവായൂർ അമ്പലത്തിന്റെ ആനയാണ്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ആനയുടെ പ്രത്യേകത പറയാം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് തമിഴ്നാടുവിന്റെ പഴയ പ്രധാന മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി ജയലളിത ഡൊണേറ്റ് ചെയ്ത ആ എലഫന്റ്, ആ ആനയാണ് അടി വാങ്ങിച്ചത് മുഴുവൻ. സോ ദാറ്റ് ഇസ് എ വെരി ബിഗ് ക്രൂവൽറ്റി. അപ്പം ആ ആനപ്പാപ്പനെതിരെ, ആ ശിങ്കിടികൾക്കെതിരെ എന്ത് കേസ് എടുത്തിട്ടുണ്ട്? ക്രൂവൽറ്റി ടു ആനിമൽ ക്രിമിനൽ ഒഫൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു കേസ്. രണ്ടാമത്തെ നിങ്ങൾ കണ്ടോ, ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആനിമൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പോയിന്റ് ആണ്. റീസെന്റ്, ദാറ്റ് മീൻസ് ഒരാഴ്ച മുമ്പ് നിങ്ങൾ പത്രം വായിച്ചിരുന്നെങ്കിൽ മനസ്സിലായേനെ. പത്രത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ മുകേഷ് അംബാനിയുടെ മകൻ, ആനന്ദ് അംബാനി, ഏതൊരു മകനുണ്ട്, മറന്നുപോയി. ഈ മകന്റെ പേരിൽ, മകൻ ഡയറക്ടർ ആയിട്ടുള്ള, ചെയർമാൻ ആയിട്ടുള്ള ഒരു വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ എന്ന് വേണേൽ പറയാം, ട്രസ്റ്റ് അല്ല, വലിയൊരു ഹോസ്പിറ്റൽ ആർക്ക് വേണ്ടി? ആനിമൽസിന് വേണ്ടി. അതുപോലെ വലിയൊരു ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സെന്റർ, അവിടെ എത്ര 12,000 മൃഗങ്ങൾ താമസിക്കുന്നുണ്ട്, 100 കണക്കിന് പുലികളുണ്ട്. ഇവർക്ക് എന്തെങ്കിലും അസുഖം വരിക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വയ്യാത്ത, വണ്ടി ഇടിച്ച് ആശുപത്രിയിലാവുന്ന ആനകൾക്ക് വേണ്ടി അവിടെ ചികിത്സ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഗുജറാത്തില് അവര് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്ന പത്രത്തിൽ വന്ന ന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വളരെ റിലവന്റ് ആയിട്ട് തോന്നും. അപ്പൊ നോക്കൂ, വാട്ട് ഈസ് ദ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽ? In the modern times, we are giving certain rights for them, but no, we are not at all considering them as a person. So there is no legal rights associated with the animal. But there are law in our country for the protection of these animals. Okay. So these points are legal status of a lower animal and also legal status of a dead person and legal status of an unborn baby. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തത് ലോവർ ആനിമലിനെയും ഡെഡ് ബോഡിയുടെയും കുറിച്ചാണ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഐ ഹാവ് വൺ മോർ ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഒരെണ്ണം കൂടെ എന്ന് പറയാനുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ടോപ്പിക്. ഞാൻ അത് പറയാം. സ്ക്രീൻ ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ എടുക്കാം. 1, 2 and 3. Let's start. So next is double capacity. എന്താണെന്ന് നോക്കാം. Double capacity and double personality. Double capacity and double personality. വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഡബിൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ജസ്റ്റ് ഒരു കുഞ്ഞു 2 ടേംസ് പഠിച്ചാൽ മാത്രം. ഡബിൾ കപ്പാസിറ്റി എന്താണെന്നും ഡബിൾ പേഴ്സണാലിറ്റി എന്താണ്. ഒരു മനുഷ്യൻ രണ്ട് ജോലികൾ, രണ്ട്
കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയില്ല. അത്രേ ഉള്ളൂ. സോ എ മാൻ acting in two capacities. അതിനാണ് നമ്മൾ എന്താ പറയാ, ഡബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ പല പല ജോലികൾ പല പല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ എ എന്ന് പറയുന്ന ആള്, ഓക്കെ, ഹീസ് എ ക്ലാസ് ടീച്ചർ ആൻഡ് ഓൺ ദ സെയിം ടൈം ഹീസ് എ പൊളിറ്റിക്കൽ ലീഡർ. അങ്ങനെ വരാല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് അയാൾക്ക് രണ്ട് ജോലികൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അയാളെ ഡബിൾ കപ്പാസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. എ ഡയറക്ടർ ഓഫ് എ കമ്പനി. ഓക്കെ, ഡയറക്ടർ ഓഫ് എ കമ്പനിക്ക് എന്താവാൻ പറ്റും? മേ ഓൾസോ ബി എ ട്രസ്റ്റി ഓഫ് എ ട്രസ്റ്റ്. അപ്പൊ ഞാനിപ്പോ കമ്പനിയുടെ അഡ്വക്കേറ്റ്മാരെ നോക്കിക്കേ. അഡ്വക്കേറ്റ്മാർക്ക് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ചില കോളേജിന്റെ ഡയറക്ടർ ആയിട്ടിരിക്കാനും പറ്റും. അപ്പൊ പാരലലി പല ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടിരിക്കാനും പറ്റുന്നുണ്ട് ചിലർക്ക്. ആൻഡ് അതേ ഡയറക്ടർ തന്നെ ചിലപ്പോൾ വേറൊരു ട്രസ്റ്റിന്റെ ട്രസ്റ്റി മെമ്പർ ആയിട്ടിരിക്കാനും പറ്റും. അങ്ങനെ രണ്ട് പൊസിഷനിൽ രണ്ട് ജോലികൾ, രണ്ടോ അതിലധികമോ ജോലികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയും? ഡബിൾ കപ്പാസിറ്റി എന്ന് പറയും. ഇനി അടുത്തത് ഡബിൾ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഇന്ത്യൻ നിയമം അനുസരിച്ച് ലീഗലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഡബിൾ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഇവിടെ നിയമപരമായിട്ട് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ദർ ഇസ് എ ലീഗൽ സ്റ്റാറ്റസ്. അടുത്ത സാധനം എന്താ നോക്കിയേ? എന്താ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഡബിൾ പേഴ്സണാലിറ്റി. അപ്പൊ രണ്ട് പേഴ്സണാലിറ്റി. അപ്പൊ എ മാൻ ഹാവിംഗ് ടു പേഴ്സണാലിറ്റീസ്. രണ്ട് പേഴ്സണാലിറ്റിയാണ് ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ? ഇന്ത്യൻ ലോ അനുസരിച്ച് ലീഗൽ സ്റ്റാറ്റസ് ഇല്ല. നോ ലീഗൽ സ്റ്റാറ്റസ്. ഓക്കെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. എ മാൻ നോക്കണേ, എക്സാമ്പിൾ, എ മാൻ cannot enter into a contract himself. എന്താ? ഞാൻ പറയാണ്, അഭിഷേക് എന്ന് പറയുന്ന ആൾ ഇവിടെ നിൽപ്പുണ്ട്, ഈ നിൽക്കുന്നത് അഭിഷേകാണ്. അപ്പൊ രണ്ട് അഭിഷേക്. അപ്പൊ നിങ്ങൾ പറയാം ഇയാൾക്ക് തലയ്ക്ക് എന്തോ ഭ്രാന്താണ്. അപ്പോൾ ഞാൻ പറയാണ് അങ്ങനെ രണ്ടായിട്ട് നിങ്ങൾ കാണണം. സോ ഞാൻ മറ്റേ അഭിഷേകിന് പേരിൽ ഒരു കോൺട്രാക്ട് ഒപ്പിടാൻ പോവാണ്. അപ്പൊ അഭിഷേക് എന്ന് പറയുന്നത് ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്ന മറ്റേ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ അഭിഷേകിന് എന്റെ പ്രോപ്പർട്ടി, എന്റെ വീടും പറമ്പും എഴുതി കൊടുക്കുവാണ്. വാലിഡ് ആണോ? അല്ല. വൈ? ബിക്കോസ് ഡബിൾ പേഴ്സണാലിറ്റി ഈസ് ഹാവിംഗ് നോ ലീഗൽ സ്റ്റാറ്റസ്. അപ്പൊ രണ്ടുപേരില്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പം ട്രസ്റ്റി മെമ്പറായ എനിക്ക് 50,000 രൂപ തന്നു. അപ്പൊ അത് ഡയറക്ടർ മെമ്പറായ ഞാൻ തന്നെ വേറൊരു കമ്പനി ഡയറക്ടറായ അയാൾക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് എന്താണ്? അവിടെ ഒരു പ്രശ്നമില്ല. ലീഗൽ സ്റ്റാറ്റസ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ട് തന്നെ. അപ്പൊ ഒരാൾക്ക് അയാൾക്ക് ഒപ്പം തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? നെവർ. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതിനെന്താ പറയാ? ഡബിൾ പേഴ്സണാലിറ്റി. രണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഡബിൾ കപ്പാസിറ്റി ആൻഡ് ഡബിൾ പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സുകൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ ഡെഡ് പേഴ്സൺ. രണ്ടാമത് പഠിച്ചത് ലീഗൽ സ്റ്റാറ്റസ് എന്തായിരുന്നു? ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ ലോവർ ആനിമൽ. മൂന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡബിൾ കപ്പാസിറ്റി ആൻഡ് ഡബിൾ പേഴ്സൺ. ഇനി എനിക്ക് ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ ഉള്ളൂ എന്ന് പറയാനുള്ളത്. അതിനുശേഷം വലിയൊരു ടോപ്പിക്കാണ് ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്തത് വളരെ രസമുള്ള ടോപ്പിക്കാണ് ടൈറ്റിൽസ്. തലക്കെട്ടുകൾ എന്നൊക്കെ പറയുന്നത്. വി ആർ ഗിവിംഗ് ടൈറ്റിൽസ് ടു ടൈറ്റിൽസ്.
ഓക്കെ. സോ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിന് നമ്മൾ പറയുന്ന ഇപ്പൊ ഒരു പാരഗ്രാഫിന്റെ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കുക, ആ ഒരു മീനിങ് അല്ല. ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാല്, ടൈറ്റിൽ മീൻസ് ഒരു സാധനത്തിന്റെ ഓണർഷിപ്പ് കിട്ടുക എന്നാണ്. സോ ടൈറ്റിൽ മീൻസ് വാട്ട്? റൈറ്റ് ടു ഓണർഷിപ്പ്. എന്തിന്റെ? ഓഫ് എ പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റുകളെ നമ്മൾ ടൈറ്റിൽ ഡീഡ് എന്ന് പറയും കോമൺലി. ഓക്കെ. സോ ടൈറ്റിൽ മീൻസ് വാട്ട്? ടൈറ്റ് ഈസ് ദ റൈറ്റ് ഓഫ്, അല്ലെങ്കിൽ മീൻസ് ദ റൈറ്റ് ടു ഓണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടി. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈറ്റിൽ എന്ന് പറയുന്ന സാധനം രണ്ട് ടൈപ്പ് ഉണ്ട്. 2 kinds of title. ഒന്ന് ഒറിജിനൽ ടൈറ്റിൽ, രണ്ട് ഡെറിവേറ്റീവ്. വാക്കിൽ തന്നെ മനസ്സിലാവും. ഒറിജിനൽ ടൈറ്റിൽ ആണ് രണ്ടാമത്തേത്, ഡെറിവേറ്റീവ് ടൈറ്റിൽ. അപ്പൊ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ തന്നെ ഇപ്പൊ എ എന്ന് പറയുന്ന ആളുടെ 10 ഏക്കർ പുരയിടം, എയുടെ പേരില് ഡോക്യുമെന്റ്സ്, എഗ്രിമെന്റ്, മുദ്രപത്രം ഒക്കെ ഉണ്ട്. ആ മുദ്രപത്രത്തിന് നമ്മൾ എന്ത് വിളിക്കും? അതാണ് ഒറിജിനൽ ഡോക്യുമെന്റ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മരിച്ചു പോവാണെങ്കിൽ വിൽപത്രം എഴുതി വെച്ചാൽ അടുത്ത ആൾ കിട്ടും. ഓക്കെ. അപ്പം ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമായിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ ഉണ്ടാക്കിയ ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ എന്താ? അത് റൈറ്റ് അല്ലെ? ഒറിജിനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൈറ്റ് which created by the transfer of an existing right. അയ്യോ, സോറി. ട്രാൻസ്ഫർ ഓഫ് ദി എക്സിസ്റ്റിംഗ് റൈറ്റ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ്. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഇങ്ങോട്ട് തിരിച്ചു പോയി. അതായത് വേറെ ഒന്നുമില്ല. ഒറിജിനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എ എന്ന് പറയുന്ന അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ പേരിലാണ്. സോ ദാറ്റ് ഇസ് ഒറിജിനൽ. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റൈറ്റ് which creates a right for the first time. അതാണ് കേട്ടോ, ഫോർ ദ ഫസ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താ അവിടെ ചിലപ്പോ ഇതിന് മുമ്പ് എന്തായിരിക്കും? അവിടെ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, 10 minutes, so don't mind about it. അപ്പം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു ബുക്ക് എഴുതി. ഓക്കെ. സോ ഒരു ബുക്ക് എഴുതി, റൈറ്റിംഗ് എ ബുക്ക്, എ ന്യൂ ബുക്ക്. അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എഴുതിയ ബുക്ക് എന്താ? ദാറ്റ് ഫസ്റ്റ് ബുക്ക്, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ അല്ലെ ഒറിജിനൽ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? ആ എഴുത്തുകാരനായ എന്റെ പേരിലാണ്. ഓക്കെ. അതിൽ നിന്നും തന്നെ വേറൊരാള് അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എഴുതി കഴിഞ്ഞാലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം, രാമായണം എഴുതിയത് വാൽമീകി എഴുതിയ രാമായണം എന്താ? ഒറിജിനലാണ്. അതിനെ പിന്നീട് പല ആൾക്കാരും അവരുടെ രീതിയിലും ഇന്റർപ്രിട്ടേഷനിലും മാത്രം എഴുതുമ്പോഴാണ്, മാറ്റി എഴുതുമ്പോഴാണ് ഡെറിവേറ്റീവ് വരുന്നത്. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓക്കെ. ദ റൈറ്റ് which created by the transfer of an existing right. ഇപ്പൊ നിലവില് ഉള്ള ഒരു റൈറ്റിന്റെ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വീണ്ടും എന്താ? കോപ്പിറൈറ്റ് ഓഫ് ദ ന്യൂ ബുക്ക്. ഇപ്പൊ ഞാനൊരു നല്ല ബുക്ക് എഴുതി, ആ ബുക്ക് കോപ്പിറൈറ്റ് ആണ്. ആ ബുക്ക് എന്താ? പെൻഗ്വിൻ ബുക്സ് എന്ന പബ്ലിഷർക്ക് കൊടുത്തു. അപ്പൊ എന്താ ഞാൻ അവർക്ക് കൊടുത്തത്? പബ്ലിഷറോട് പറയാണ്, എന്റെ ബുക്കിലെ ഒറിജിനൽ ബുക്കാണ്, അതിലെ കഥ നിങ്ങൾ ബുക്കായിട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തോളൂ, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എനിക്ക് തന്നാൽ മതി ആസ് റോയൽറ്റി. ഓക്കെ. അപ്പം there is a derivative right associated with the original title.
അപ്പൊ ഇതാണ് ടൈറ്റിൽസ്. അപ്പൊ ടൈറ്റിൽസ് എത്ര ടൈപ്പ് ഉണ്ട്? 2 types ഓഫ് ടൈറ്റിൽ. വാട്ട് ഇസ് എ ടൈറ്റിൽ? ടൈറ്റിൽ മീൻസ് റൈറ്റ് ടു ഓണർഷിപ്പ് ഓഫ് എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള എന്റെ അവകാശങ്ങൾ, എന്റെ റൈറ്റ്സ് ആണ്. അത് എത്ര ടൈപ്പ് റൈറ്റ്സ് ഉണ്ട്? There are 2 types of rights, ഒറിജിനൽ റൈറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നൊരു കുറച്ച് ഏരിയ ഉണ്ട്, കാരണം ഇനിയാണ് വലിയൊരു ഏരിയ വരാൻ പോകുന്നത്. അബൌട്ട് ദ ലയബിലിറ്റീസ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ബിഗ് ക്ലാസ് ആണ്. അപ്പോ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്തായിരുന്നു? ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ ഡെഡ് പേഴ്സൺ. രണ്ടാമത്തെ എന്തായിരുന്നു? ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽ. മൂന്നാമത്തെ ഡബിൾ പേഴ്സണാലിറ്റി. ഓക്കെ, നാലാമത്തേതാണ് നമ്മളിപ്പോ പഠിച്ചത് ടൈറ്റിൽസ്. ഈ 4 പോയിന്റ്സ് ആണ് എനിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. മറ്റൊരു വലിയ ടോപ്പിക് ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും.